നമസ്കാരം. ബംഗാളിലെ സിലിഗുഡിയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇന്ന് രാവിലെയാണ്. 15 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഇതിൽ 3 പേർ റെയിൽവേ ജീവനക്കാരും. സുരക്ഷാ കമ്മീഷണർ അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചെങ്കിലും മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട് മറുഭാഗത്ത് പ്രതിപക്ഷം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബീഹാറിൽ ഇന്നാണ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള 13 പേരാണ് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ചോർത്തിയെടുക്കാൻ 30 ലക്ഷം രൂപ കൈക്കൂലി നൽകിയെന്നാണ് കണ്ടെത്തൽ. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഒഴിയുമെന്നതിലെ തീരുമാനം അല്പസമയത്തിനുണ്ടാകുമെന്നാണ് സൂചന. ഡൽഹിയിൽ യോഗം പുരോഗമിക്കുകയാണ്. അങ്ങനെ ഈ ദിനത്തിൽ പുറത്തുവന്ന പ്രധാന വാർത്തകളെ പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. ആദ്യ വാർത്തയിലേക്കാണ്. രാഹുൽ ഗാന്ധി ഏത് ലോക്സഭാ മണ്ഡലം നിലനിർത്തുമെന്ന് ഉടൻ അറിയാം. തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃയോഗം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം ചേരുകയാണ്. റായ്ബറേലിയിൽ നിലനിർത്തി രാഹുൽ വയനാട് ഒഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഈ രാഹുൽ ഗാന്ധി വയനാട് വിടും, റായ്ബറേലിയിൽ നിലനിർത്തുമെന്ന സൂചനകളാണ് ആദ്യം മുതൽ തന്നെ വരുന്നത്. അങ്ങനെയെങ്കിൽ പിന്നീടുള്ള ആകാംക്ഷ വയനാട്ടിലേക്ക് ആരെത്തും? അത് പ്രിയങ്കയായിരിക്കുമോ എന്നതല്ലേ? ഗോകുൽ, തീർച്ചയായും അത് തന്നെയാണ് ഇനിയുള്ള ആകാംക്ഷ. യോഗം ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. തീരുമാനം ഇന്ന് രാത്രിയോട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരാണ് ഇനി റായ്ബറേലിയോ അല്ലെങ്കിൽ വയനാടോ രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ ആരെത്തുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിലടക്കം ഇന്ന് രാത്രിയോടത്തെ തീരുമാനം ഉണ്ടാവും. നമുക്കറിയാം 14 ദിവസം, അതായത് വരണാധികാരിയിൽ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച് 14 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ സമയപരിധി നാളെ അവസാനിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരക്കിട്ട ചർച്ചകൾ, ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. റായ്ബറേലി നിലനിർത്തി വയനാട് ഉപേക്ഷിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലെല്ലാം തന്നെ ആവശ്യം. അത് രാഹുൽ ഗാന്ധി ആ സമ്മർദ്ദത്തിന് വീഴുമോ അതല്ല വയനാട് തന്നെ നിലനിർത്തുമോ എന്ന കാര്യമെല്ലാം തന്നെ അല്പസമയത്തിന് നമുക്ക് വ്യക്തമാകും. പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന വയനാട് ഉപേക്ഷിക്കാൻ രാഹുലിന് ഒട്ടും താല്പര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അടക്കം വ്യക്തമാക്കിയൊരു കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി റായ്ബറേലി ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിലേക്ക് പോകുമ്പോൾ ആരാകും വയനാട്ടിലേക്ക് അടുത്ത ആളെന്ന കാര്യത്തിലടക്കം ചർച്ചകൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പുരോഗമിക്കുന്നു മനസ്സിലാക്കുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയിരുന്നു പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു തീരുമാനം ഉപേക്ഷിച്ച് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുമോ എന്ന കാര്യം ഇപ്പോൾ ആകാംക്ഷയോടെ തന്നെ ഈ ചർച്ചകൾക്ക് തുടരുകയാണ്. എന്തായാലും KPCCയുടെ ഒരു പൊതുവികാരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരണം എന്നുള്ളതാണ്. എന്തായാലും തീരുമാനം നമുക്ക് ഇന്ന് രാത്രിയോടെ തന്നെ പ്രതീക്ഷിക്കാം. തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ നമുക്കറിയാം, പ്രവർത്തക സമിതിയിലടക്കം നേതൃത്വം വലിയ ആവശ്യമായി ഉന്നയിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തിരിച്ചുവരവ്, ഇതെല്ലാം തന്നെ ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു. 2019 ഒരു സീറ്റ് മാത്രം വിജയിച്ച ഉത്തർപ്രദേശിൽ പിന്നീട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റിലേക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടാതെ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റമുണ്ടായി. 7 കേന്ദ്രമന്ത്രിമാരെയാണ് ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ പരാജയപ്പെടുത്തിയത്. അങ്ങനെ പാർട്ടിയുടെ തിരിച്ചുവരവിന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിലനിർത്തണമെന്നൊരു ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. ആ ഒരു സമ്മർദ്ദത്തിന് രാഹുൽ ഗാന്ധി വഴങ്ങാൻ ഇടയുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട് ഉപേക്ഷിക്കുമെന്ന ഒരു സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു അന്തിമ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ ആരെത്തുമെന്ന കാര്യത്തിലെ ചർച്ചകൾ തുടക്കമിട്ടിട്ടുണ്ട്. പക്ഷേ പ്രഖ്യാപനം ഇന്നുണ്ടാകാൻ ഇടയില്ല. പകരം അത്തരം ചർച്ചകൾ തുടരുകയാണ്. കാരണം 6 മാസത്തെ സാവകാശമുണ്ട് ഉപതെരഞ്ഞെടുപ്പിനായി. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകും. സംസ്ഥാന നേതാക്കളുടെ കൂടി പേരുകൾ വരുന്നുണ്ടായിരുന്നല്ലോ ഈ ഘട്ടത്തിൽ. ഒരു ഘട്ടം വിമർശനങ്ങൾ ഉയർന്ന സമയത്ത്, അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെ തൃശ്ശൂരിലെ തോൽവിയിൽ വിമർശനം ഉന്നയിച്ച മുരളീധരനെ വേണമെങ്കിൽ വയനാട്ടിൽ മത്സരിപ്പിക്കാമെന്ന് കേസുകാരൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന നേതാക്കളും പ്രിയങ്കയ്ക്ക് അപ്പുറത്തേക്ക് പരിഗണനയിലുണ്ടല്ലോ. തീർച്ചയായും, കാരണം സംസ്ഥാന നേതാക്കളും പ്രിയങ്കയ്ക്കപ്പുറത്ത് പരിഗണനയിലുണ്ട്. പക്ഷേ ആദ്യ പരിഗണന എന്ന നിലയിൽ തന്നെ KPCCയുടെ പൊതുവികാരം പ്രിയങ്ക ഗാന്ധിനെ മത്സരിക്കണമെന്നുള്ളതാണ്. മുരളീധരനും ഇതേ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധി ഇനി പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എങ്കിൽ കേരളത്തിലെ നേതാക്കളെ തന്നെ പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും അന്തിമ തീരുമാനമെടുക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. കാരണം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി ഇറങ്ങുമോ എന്ന ഒരു ആകാംക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. റായ്ബറേലി നിലനിർത്തുമ്പോൾ വയനാട് ഉപേക്ഷിക്കുമ്പോൾ ആരാകും രാഹുൽ ഗാന്ധിക്ക് പകരം എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രിയങ്ക ഗാന്ധിയിലൂടെ മണ്ഡലം നിലനിർത്തണമെന്ന ആവശ്യം തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഉന്നയിക്കുന്നത്. പക്ഷേ അതിലേക്ക് പ്രിയങ്ക വഴങ്ങുമോ എന്നതെല്ലാം ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ഒരു അന്തിമ തീരുമാനം ഒരുപക്ഷെ പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരം ചർച്ചകൾക്ക് എന്തായാലും തുടക്കമിട്ടിട്ടുണ്ട്. മുരളീധരന്റെ പേരടക്കം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താകും തീരുമാനം എന്നത് നമുക്ക് വൈകാതെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട യോഗത്തിൽ ചർച്ചകൾ നടക്കുന്നത് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണോ അതല്ല വയനാട് നിലനിർത്തണോ എന്ന കാര്യത്തിലാണ്. ശരി നിതിൻ, ഏതായാലും രാഹുൽ വയനാട്ടിൽ തുടരുമോ അതല്ല വയനാട് വിട്ട് റായ്ബറേലി നിലനിർത്തുമോ എന്ന കാര്യത്തിന് തീരുമാനം ഇന്ന് രാത്രിയിൽ ഉണ്ടാകും. എന്നാൽ വയനാട്ടിലേക്ക് ഇനി ആരും മത്സരിക്കാനെത്തും, അത് പ്രിയങ്കയായിരിക്കുമോ അതല്ല സംസ്ഥാന നേതാക്കൾക്ക് ആർക്കെങ്കിലും ആണോ നറുക്ക് വീഴുക എന്നത്, അത് ആ തീരുമാനത്തിലേക്ക് കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് ഇതിന് നൽകുന്ന വിവരം.
പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ ട്രെയിൻ അപകടത്തിൽ 15 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്നും പശ്ചിമബംഗാളിലെ സിയാൽദിയിലേക്ക് പോകുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറിയാണ് അപകടം. രാവിലെ 8:55ഓടെ ഡാർജിലിംഗ് ജില്ലയിലെ രംഗാപാനിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഗുഡ്സ് ട്രെയിനിന്റെ 5 ബോഗികളും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ 4 ബോഗികളും പാളം തെറ്റി. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡ് എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. റാണിപത്ര റെയിൽവേ സ്റ്റേഷനും ചത്താർഹാട്ട് ജംഗ്ഷനും ഇടയിലുള്ള ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം പുലർച്ചെ 5:50 മുതൽ തകരാറിലായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രി മമതാ ബാനർജി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തെത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ 10 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് കോൺഗ്രസും RJDയും ആവശ്യപ്പെട്ടു. 24 ഡൽഹി. സിലിഗുഡിയിലെ അപകടത്തെ റെയിൽവേ മന്ത്രാലയം ഗൗരവമായി കാണുന്നുണ്ട്. സേഫ്റ്റി കമ്മീഷണർ സംഭവം അന്വേഷിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ये पॉलिटिक्स का समय नहीं है. अभी सारा फोकस होना चाहिए रेस्क्यू और रेस्टोरेशन पे. पैसेंजर सेफ्टी के लिए बहुत बड़ा फोकस है, कंप्लीट फोकस है, जैसा आप स्वयं जानते भी हैं. मैं इसके बारे में बाद में डिटेल में चर्चा करूंगा. अभी मैं जरा पहले रेस्क्यू और रेस्टोरेशन ऑपरेशन का पूरा जायजा ले लूं और उसके बाद में पेशेंट से मिलने आ जाए, उसके बाद में ही कुछ पता चल पाएगा. उससे पहले कुछ भी कहना गलत होगा. അതേസമയം റെയിൽവേ മന്ത്രാലയത്തെ നിശിതമായി വിമർശിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. Total rail department is facing the negligence. Total is facing the negligence and carelessness of the government. That's why I feel that they must protect property. Now there is no system for manualism. Now everything is technical, modern. It is a highly technical. Even in my time, there are so many, more than few lakhs, few thousands, I think, more than 2 lakhs. This is unmanned level crossing. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, രാജ്യം നടുങ്ങിയ ബാലസോർ ട്രെയിൻ അപകടം ഏതാണ്ട് കഴിഞ്ഞ ജൂണിലായിരുന്നു സംഭവിച്ചത്. 296 പേർക്ക് ജീവൻ നഷ്ടമായ അപകടം. അതിനുശേഷം ഇത്രയധികം മരണം സംഭവിക്കുന്ന ഒരു ട്രെയിൻ അപകടം ഇത് സംഭവിക്കുന്നുണ്ട്. ഒരു വർഷത്തിന് പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോൾ കവച് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളെ പറ്റിയുള്ള വാഗ്ദാനങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. അതൊക്കെ ഒരു വശത്ത് നീക്കുന്നു, വീണ്ടും ട്രാക്കിൽ തന്നെ കൂട്ടിയിടിക്കുന്നു. എന്താണ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെയൊക്കെ പ്രതികരണം? എവിടെയാണ് നമുക്ക് പാളുന്നത്? ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ 2023 ജൂൺ 2-ാം തീയതിയാണ് ബാലസോറിലുണ്ടായ വൻ ദുരന്തം. ഈ ദുരന്തം എന്നുള്ളത് സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായിരുന്നു. ആ ദുരന്തത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഗൗരവത്തോടെ കണ്ട ഒന്ന് എന്നുള്ളത് 2 ട്രെയിനുകൾ ഒരേ പാളത്തിൽ സഞ്ചരിച്ചാണ് അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. തുടർന്ന് കവച് അടക്കമുള്ള ആധുനികവൽക്കരണ നടപടികളെക്കുറിച്ച് റെയിൽവേ മന്ത്രി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഉടൻ തന്നെ സാങ്കേതികവൽക്കരണം പൂർണ്ണമായും നടപ്പാക്കും എന്ന് അറിയിച്ചിരുന്നു. കൂടാതെ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പ്രത്യേക കമ്മീഷനെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നെങ്കിലും സമാനമായ തരത്തിലുള്ള അപകടം തന്നെയാണ് ഇന്ന് പശ്ചിമ ബംഗാളിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പാസഞ്ചർ ട്രെയിൻ പോകുന്ന അതേ പാതയിലൂടെ അതിവേഗത്തിലെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു പിന്നിൽ നിന്നും. ഇതുകൊണ്ട് തന്നെ ഈ കവച് അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്നു. അത് പ്രവർത്തിച്ചില്ലേ എന്നതടക്കമുള്ള വിശദീകരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇനി വരേണ്ടതുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയതായി അറിയിച്ചിരിക്കുന്നു. കൂടാതെ
റെയിൽവേ സുരക്ഷാ കമ്മീഷൻ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കൂടാതെ അപകടത്തിന്റെ കാരണം കണ്ടെത്തി ഉചിതമായ നടപടിയെടുക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായി. ഇനി ഈ ട്രാക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളുടെ സമയമല്ല എന്നുമാണ് റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം എന്നുള്ളത്. എന്നാൽ ബാലസോറിൽ അടക്കമുള്ള മുൻ അപകടങ്ങൾ സമാനമായി തന്നെ കഴിഞ്ഞയാഴ്ച പഞ്ചാബിലും 3 ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരേ ട്രാക്കിലൂടെ എത്തിയ തീവണ്ടികൾ തന്നെയാണ് അവിടെയും അപകടമുണ്ടാക്കിയതെങ്കിലും 2 ലോക്കോ പൈലറ്റുമാർക്ക് പരിക്കേറ്റതൊഴിച്ചാൽ മറ്റ് അത്യാഹിതങ്ങൾ സംഭവിച്ചില്ല. ഇത്തരത്തിൽ തുടർച്ചയായി ഒരേ ട്രാക്കിലൂടെ ട്രെയിനുകൾ ഓടുന്ന എന്തുകൊണ്ട് എന്നത് വിശദീകരിക്കാൻ റെയിൽവേക്ക് ഈ ഘട്ടത്തിലും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണ വന്ന വിശദീകരണം എന്നുള്ളത്. കവച് സാങ്കേതിക വിദ്യ നേരിയ ശതമാനം മാത്രമാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ 1 വർഷത്തിനിടയിലും അതിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ റെയിൽവേക്കും റെയിൽവേ മന്ത്രിക്കും ബാധ്യതയുണ്ട്. ഇത് ആയുധമാക്കി തന്നെയാണ് പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നത്. മമതാ ബാനർജി ഈ സംഭവ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം നടത്തിയ പ്രതികരണം കേന്ദ്ര സർക്കാരിനെ റെയിൽവേ മന്ത്രാലയത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് വലിയ പാളിച്ചയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് മമത ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആധുനികവൽക്കരണം അടക്കമുള്ള വാഗ്ദാനങ്ങൾ എവിടെ എത്തി എന്ന് സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട് എന്നും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനും റെയിൽവേക്കും ഒഴിഞ്ഞു മാറാനാകില്ല എന്നുമാണ് മമതാ ബാനർജി വിമർശിച്ചിരിക്കുന്നത്. കൂടാതെ അപകടത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് സഹായം താൻ എത്തിച്ചതായും മമത വ്യക്തമാക്കിയിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്നവർക്കുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസും RJDയും ശിവസേന ഉദ്ധവ് വിഭാഗവും റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമായി ഏതായാലും തുടർച്ചയായി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ അത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേരെ ആശ്രയിക്കുന്ന യാത്രാമാർഗത്തിലെ സുരക്ഷ അതിനെ പറ്റിയുള്ള വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്, ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. നമ്മൾ ഇത്രയേറെ സാങ്കേതികമായി വളർന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരേ പാളത്തിൽ തന്നെയുള്ള കൂട്ടിയിടി പോലും ഒഴിവാക്കാനാകുന്നില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം. അത് ആരുടെ പാളിച്ചയാണ്, റെയിൽവേയുടെ പാളിച്ചയാണോ എന്നതിന് കൃത്യമായി റെയിൽവേ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം അതിന്റെ പരിഹാരവും ഇനിയെങ്കിലും വൈകാതെ ഉണ്ടാവേണ്ടതുണ്ട് മറ്റൊരു കൂട്ടിയിടിക്ക് മുന്നേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തിരുത്തൽ നടപടികളിലേക്ക് കടക്കാൻ CPIM 20 മണ്ഡലങ്ങളിലെ ഫലം വിശദമായി വിലയിരുത്തും. സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്ത് തുടർ നടപടിയെടുക്കും. തിരുത്തൽ നടപടികൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. VA ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഗിരീഷ്, 2 ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആലോചനകൾ അല്ലെങ്കിൽ വിലയിരുത്തലിനപ്പുറത്തേക്ക് ജില്ലാ കമ്മിറ്റികളുടെ അല്ലെങ്കിൽ താഴെത്തട്ടിൽ നിന്നുള്ള വികാരം, അവർ തെരഞ്ഞെടുപ്പ് തോൽവി അവർ കണ്ടെത്തുന്ന കാരണങ്ങൾ, അവരുടെ നിഗമനങ്ങളെ കൂടി പരിഗണിക്കുക എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു നടപടിയിലേക്ക് പോവുക എന്ന് സംസ്ഥാന സെക്രട്ടറി തീരുമാനത്തിലേക്ക് എത്തുന്നു അല്ലേ? ഗോകുൽ, അങ്ങനെ തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് 2 ദിവസമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന 20 മണ്ഡലങ്ങളിലെ തോൽവി പരിശോധിച്ചു. ബൂത്ത് അടിസ്ഥാനത്തിൽ പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിക്കും ലഭിച്ച വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് സംബന്ധിച്ച ചർച്ചകളെല്ലാം നടന്നത്. ഇതിന് ശേഷമാണ് തിരുത്തൽ നടപടികളിലേക്കുള്ള ഘടകത്തിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തത്. ഇതിലാണ് സംസ്ഥാന സമിതി യോഗം ചേർന്നതിന് ശേഷം സംസ്ഥാന സമിതി അംഗങ്ങളെ കൂടി കേട്ട ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താം, അന്തിമ നിലപാടിലേക്ക് എത്താം എന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗോകുൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള വികാരമുണ്ട്. ആ ഓരോ മണ്ഡലങ്ങളിലും സംഭവിച്ചത് എന്ത് എന്ന ജില്ലാ കമ്മിറ്റികൾക്കായിരിക്കും ഒരുപക്ഷെ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയുടെ അംഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കൂടി ഉൾപ്പെടുന്ന ഒരു ഫോറത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യാം. ഇതിനുശേഷം സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലടക്കം ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഇതിനുശേഷം മാറ്റം വരുത്താം എന്നുള്ളതാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന നിലപാട്. നാളെ സംസ്ഥാന സമിതി യോഗം ആരംഭിക്കും. 3 ദിവസമാണ് സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഗൗരവമായ ചർച്ചകൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വിമർശനങ്ങളുണ്ടാകും, സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങളുമെല്ലാം സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടാകും. ഇതുകൂടി കേട്ട ശേഷം പരിഗണിച്ച ശേഷം ഇതൊക്കെ ഉൾക്കൊണ്ട ഒരു തിരുത്തൽ നടപടിക്കാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു, പിന്നീട് സംസ്ഥാന സമിതി യോഗം ചേർന്ന് വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള ഒരു അസാധാരണമായ തീരുമാനത്തിലേക്ക് ഇപ്പോൾ CPM കടന്നിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ഗൗരവത്തോടെയുള്ള കർശനമായ ചില നടപടികളിലേക്ക് CPM കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ പാർട്ടി വോട്ടുകളിൽ വലിയ തരത്തിലുള്ള ചോർച്ചയുണ്ടായി എന്ന കണ്ടെത്തൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് ഉത്തരവാദികൾ ആര്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ വോട്ട് ചോർച്ച ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിക്ക് അറിയേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സമിതിയിലെ വിലയിരുത്തൽ കൂടി
കൂടി കേട്ട ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, തെറ്റുതിരുത്തലിലേക്ക് അല്ലെങ്കിൽ ശരി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മറികടക്കാനുള്ള കർമ്മപരിപാടിയിലേക്ക് നീങ്ങാൻ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഗിരീഷ്, ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയല്ല, അതിനപ്പുറത്തേക്ക് സംസ്ഥാന സമിതിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നുണ്ടായ ഉരുത്തിരിയുന്ന നിഗമനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുവാനും അന്തിമ രൂപം നടപടികൾക്കുള്ള അന്തിമ തീരുമാനം എടുക്കാനുമാണ് ഇപ്പോൾ CPM-ന്റെ ഒരു ധാരണ. അത് തീർച്ചയായും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ വികാരം കൂടി അറിയാനുള്ള ഒരു ശ്രമമായി വിലയിരുത്താം. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. മണിപ്പൂർ കലാപത്തെ ഗോത്രവർഗ കലാപമെന്ന് ലഘൂകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ലോകത്ത് പലയിടത്തും ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാറുണ്ട്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടിതാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. മണിപ്പൂർ സംഘർഷം പരിഹരിക്കണമെന്ന RSS മേധാവിയുടെ പ്രസ്താവനയ്ക്കിടെയാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ മറുപടി. ലോകത്ത് എല്ലാ ഭാഗത്തും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ വിഷയമെന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ അഭിമാനമാണ് അവർ കരുതുന്ന രീതിയിലുള്ളത്. അതിനുവേണ്ടി അവർ പടപൊരുതും. അത് പലപ്പോഴും ഒരേ മതത്തിൽപ്പെട്ടവരായിരിക്കും. കാരണം നമ്മുടെ നാഗാലാൻഡിൽ ഒരേ മതത്തിൽപ്പെട്ടവരാണ്. അത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിരുന്നു. അതിവിടെയൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഈ മണിപ്പൂർ കലാപത്തിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന് RSS മേധാവി തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ സാഹചര്യം, ഒപ്പം തൃശ്ശൂരിലടക്കം ഇത്തവണ കത്തോലിക്ക സഭ BJPക്ക് അനുകൂലമായി, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗമെങ്കിലും BJP പിന്തുണച്ചു എന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് സഭ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വാദം, അല്ലെങ്കിൽ ഇത്ര ലഘൂകരിച്ചൊരു വാദം ന്യൂനപക്ഷ സഹമന്ത്രി പറയുന്നത്, അല്ലേ? ഗോകുൽ, നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ RSS മേധാവി തന്നെ പറഞ്ഞതാണ് ഈ മണിപ്പൂരിൽ നടക്കുന്ന കലാപം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുള്ളത്. മാത്രമല്ല, ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. അത് മണിപ്പൂർ സംബന്ധമായ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുമാണ് യോഗം. ഇതിനിടയിലാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ ഈ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മണിപ്പൂരിലേത് വെറും ഗോത്രവർഗ കലാപം എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോഴും അവതരിപ്പിക്കുന്നത്. ലോകത്ത് പല സ്ഥലത്തും ഗോത്രവർഗ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് അവരുടെ അഭിമാനം സംരക്ഷിക്കാനാണ്. മണിപ്പൂരിലേത് ഗോത്രവർഗ പ്രശ്നമെന്ന് കത്തോലിക്ക സഭ പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്നൊരു അവകാശവാദം അദ്ദേഹം നടത്തുന്നു. കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസിനെയാണ് അദ്ദേഹം ഇതിനായി കൂട്ടുപിടിക്കുന്നതും. കത്തോലിക്ക സഭ ഇത് അംഗീകരിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതായത് മണിപ്പൂരിൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. ഏതായാലും ഇത്തവണ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കേരളത്തിൽ നിന്നൊരു മന്ത്രി വന്നപ്പോൾ അതിലോട് സഭാ നേതൃത്വം അടക്കം പോസിറ്റീവായി പ്രതികരിച്ചതാണ്. പക്ഷേ മണിപ്പൂർ കലാപത്തിലെ ഇപ്പോൾ അതൊരു ഗോത്രവർഗ കലാപമെന്ന ജോർജ് കുര്യന്റെ പ്രതികരണം വരുമ്പോൾ അതിനോട് ഇനി സഭയുടെ പ്രതികരണം എന്താവും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേർ അറസ്റ്റിൽ. ചോദ്യപേപ്പറിനായി ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. 30 ലക്ഷം രൂപ കൈമാറിയതിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ബീഹാർ പോലീസിന്റെ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. അതിനിടെ സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ച് SFI. നീറ്റ് പരീക്ഷാ ഫലം വിവാദമായതോടെയാണ് ബീഹാറിലെ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർന്നുവെന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ 30 ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പരിശോധനയിൽ കണ്ടെത്തി. ചെക്കുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചു വരുന്നതായി ബീഹാർ പോലീസ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഇതുവരെ ബീഹാർ സ്വദേശികളായ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ 13 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ചോദ്യപേപ്പറുകൾക്കായി തങ്ങളുടെ രക്ഷിതാക്കൾ 30 ലക്ഷത്തിലധികം രൂപ നൽകിയതായി വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റഡിയിലായവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചില ചോദ്യപേപ്പറുകളും ലഭിച്ചിട്ടുണ്ട്. ഇത് നീറ്റ് പരീക്ഷയുടേതാണോ എന്ന് തെളിയിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചോദ്യപേപ്പറുകളുടെ പകർപ്പ് പോലീസ് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പറുകളുടെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഫോറൻസിക് പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. 24 ഡൽഹി. കൊല്ലം കുണ്ടറയിൽ വസ്ത്രം മടക്കി വെക്കാൻ താമസിച്ചുവെന്ന് ആരോപിച്ച് 10 വയസ്സുകാരിക്ക് പിതാവിന്റെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ പെൺകുട്ടിയുടെ തോളലിന് പൊട്ടലുണ്ടായി. സംഭവത്തിൽ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കതവി കൊണ്ടുവന്ന് തലയൊക്കെ ഇടിപ്പിച്ച് പിന്നെ തോളത്ത് ചവിട്ടി പിന്നെ ഒറ്റക്കാലി പിടിച്ച് നിലത്ത് കുത്തി. സ്വന്തം മകളോട് ഒരച്ഛൻ കാട്ടിയ ക്രൂരതയാണിത്. വസ്ത്രം മടക്കി വെക്കാൻ വൈകിയതോടെയാണ് ക്രൂരമർദ്ദനം ആരംഭിക്കുന്നത്. ഭിത്തിയിലും കതകിലും കുട്ടിയുടെ തല പിടിച്ചിടിച്ചു. ശരീരമാസകലം മുറിവേറ്റു. കുട്ടിയെ നിലത്തടിച്ചു. മർദ്ദനത്തിൽ കുട്ടിയുടെ തോളലിന് പൊട്ടലേറ്റു.
മർദ്ദന സമയം കുട്ടിയും കുട്ടിയുടെ അനുജത്തിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മർദ്ദന വിവരം പുറത്തു പറയാതിരിക്കാൻ ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയ ശേഷമാണ് കുട്ടി അച്ഛൻ മർദ്ദിച്ച കാര്യം അമ്മയോട് പറഞ്ഞത്. അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, വീട്ടിൽ പട്ടിയെ കുളിപ്പിച്ച് ടെറസിൻ്റെ മേളിൽ കയറ്റി പട്ടിയായി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മോള് മറിഞ്ഞു വീണ്, സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞു വീണെന്നാണ് പറഞ്ഞത്. മരുന്നെല്ലാം മേടിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മക്കൾ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത്, അച്ഛൻ അടിച്ചതാണെന്ന്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വധശ്രമം, കുട്ടികൾക്കെതിരായ അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഭാര്യാപിതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പിതാവ്. ഈ കേസിൽ 10 വയസ്സുകാരിയാണ് സാക്ഷി. കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് കുട്ടിക്കെതിരെയുള്ള അതിക്രമം ഉണ്ടായത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയാകുമെന്ന മുന്നറിയിപ്പുമായി വിമത വിഭാഗം. ഏകീകൃത കുർബാന വിഷയത്തിൽ നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തു പോകുമെന്ന വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അടുത്ത മാസം 3-ന് ശേഷവും ജനാഭിമുഖ കുർബാനകൾ തുടരുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ 24-നോട് പറഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് സിനഡിന്റെ നിർദ്ദേശം. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികരെ പുറത്താക്കുമെന്നും സിറോ മലബാർ സഭ അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ കുർബാന വിഷയത്തിൽ നിലപാടുകളിൽ ഉറച്ചുനിൽക്കുകയാണ് ഇരുവിഭാഗങ്ങളും. നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തുപോയി സ്വതന്ത്ര കത്തോലിക്കാ സഭയായി മാറുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ജൂലൈ 3 കഴിഞ്ഞാലും ജനാഭിമുഖ കുർബാനകൾ തന്നെ വൈദികർ ചൊല്ലുമെന്നും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണ്. ഞങ്ങൾ കത്തോലിക്ക തിരുസഭയിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഈ സിനഡിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടൂ. ഞങ്ങൾ മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക സഭയുടെ ഒരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ നടന്നോളാം. അങ്ങനെ കടുത്ത നടപടികൾക്ക് പോകാനായി ആണെങ്കിൽ ഇവിടെ സത്യവും ധർമ്മവും നീതിയൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴത്ത് മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നുമാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം. വിശ്വാസികളോടും വൈദികരോടുമുള്ള ധാർമ്മികത സിനഡ് നിർവഹിക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. കുർബാന തർക്കം മറ്റു തലങ്ങളിലേക്ക് കൂടി മാറുകയാണ്. അന്ത്യശാസനയുമായി സിനഡ് മുന്നോട്ടു പോയാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വിനീത VG 24 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയും CPI മന്ത്രിമാർക്കെതിരെ ഒളിയമ്പുമായും മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ. കേരളത്തിൽ പ്രതിഫലിച്ചത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പെന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എളിമയില്ലാത്തത് തിരിച്ചടിയായെന്നും KE ഇസ്മായിൽ തുറന്നടിച്ചു. 24 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് KE ഇസ്മായിലിന്റെ രൂക്ഷ വിമർശനം. മുന്നണിക്കകത്തെയും പുറത്തെയും പരസ്യമായ രഹസ്യമാണ് KE ഇസ്മായിലിലൂടെ പുറത്തുവന്നത്. ഇത്തവണ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജനങ്ങളുടെ എതിർപ്പ് ഇത്രത്തോളം ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് വളരാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമായി മാറുമെന്നും ഇസ്മായിൽ. ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം, എതിർപ്പ്, അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളായിരുന്നു. ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രിമാർക്കും ധാർഷ്ട്യമെന്നും വിമർശനം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഗവൺമെൻറ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് ഇടവരിക. ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക് എളിമയാണ് ഉണ്ടാവേണ്ടത്. കൂടുതൽ തല അവരെ താഴണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണിയിൽ നിന്ന് ഇത്ര നിശിതമായ വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നത് ഇതാദ്യം. അതേസമയം തോൽവിയെക്കുറിച്ച് പാർട്ടി പഠിക്കുന്നുണ്ടെന്നായിരുന്നു വിഷയത്തോടുള്ള മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. LDFന്റെ മുതിർന്ന നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുമെല്ലാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു. പാർട്ടിയും LDF ഒക്കെ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യുകയുമാണ്. നേരത്തെ ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുന്നു എന്ന വിമർശനവും KE ഇസ്മായിൽ ഉന്നയിച്ചിരുന്നു. നിഖിൽ പ്രമേഷ് 24 പാലക്കാട്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.